കണ്ണൂർ വളപട്ടണത്തെ വ്യവസായിയുടെ ആഡംബര വീട്ടിൽ വൻ കവർച്ച നടന്നത് കഴിഞ്ഞ മാസം 20-ന്. 1 കോടി രൂപയും 300 പവൻ സ്വർണവും നഷ്ടപ്പെട്ട വിവരം പുറത്തു വന്നത് 3 ദിവസങ്ങൾക്ക് ശേഷം. ഏതൊരു കവർച്ചാ കേസും പോലെ ഇതര സംസ്ഥാന സംഘത്തെയാണ് പോലീസ് ആദ്യം സംശയിച്ചത്. എന്നാൽ CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും അയൽവാസിയായ ലിജീഷിലേക്ക് വിരൽ ചൂണ്ടി. പോലീസിന്റെ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഇയാളുടെ വീട്ടിലെ കട്ടിലിനടിയിലെ പ്രത്യേക അറയിൽ നിന്ന് മോഷ്ടിച്ച പണവും സ്വർണവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ കേസിൽ പിടിക്കപ്പെട്ടതോടെ ലിജീഷ് പ്രതിയായ മറ്റൊരു കവർച്ചയിൽ കൂടിയാണ് തുമ്പുണ്ടായിരിക്കുന്നത്. മോഷണം നടന്ന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ്. അഷ്റഫും കുടുംബവും യാത്ര പോയ സമയത്തായിരുന്നു 1 കോടി രൂപയും 300 പവനും കവർന്നത്. അഷ്റഫുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അയൽവാസി ലിജീഷിന്. CCTV ദൃശ്യവും വിരലടയാളവുമാണ് പ്രതിയിലേക്കെത്താൻ അന്വേഷണ സംഘത്തിന് സഹായകമായത്. പ്രതിയുടെ വീട്ടിലെ കട്ടിലിനടിയിൽ പ്രത്യേകം സജ്ജീകരിച്ച അറയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു മോഷ്ടിച്ച പണവും സ്വർണവും. സൂക്ഷിച്ച ഒരു പ്രത്യേക രീതിയിൽ അത് തുറക്കാൻ പറ്റാത്ത രീതിയിൽ സീൽ ചെയ്തതാണ്. ഈ ഒരു സാഹചര്യത്തിൽ മാത്രം ഉണ്ടാക്കിയതാണോ, നേരത്തെ ഉണ്ടാക്കി വെച്ചാണ്? അല്ലല്ല, ഈ സാഹചര്യത്തിൽ ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായത്. പ്രാഥമികമായി നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അതാണ് പറഞ്ഞത്. ഈ ചെയിലെ കേസിൽ ആ പണവും സ്വർണവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു വ്യക്തത വരുത്താനുണ്ട് നമുക്ക്. മോഷണം പോയവയെന്ന് പറയുന്ന 300 പവനിൽ 267 പവൻ സ്വർണം കണ്ടെടുത്തു. അതേസമയം മോഷണം പോയതിനേക്കാൾ കൂടുതൽ പണം കണ്ടെടുത്തിട്ടുണ്ട്. 1 കോടി കണ്ടെത്തേണ്ട സ്ഥലത്ത് കിട്ടിയത് 1,21,00,000 രൂപ. വെൽഡിംഗ് ജോലിക്കാരനാണ് ലിജീഷ്. മോഷണശേഷവും ആർക്കും സംശയം തോന്നാത്ത നിലയിലായിരുന്നു പെരുമാറ്റം. കവർച്ചയ്ക്കെത്തുമ്പോൾ ധരിച്ചിരുന്ന മുഖംമൂടിയും വസ്ത്രവും പ്രതി കത്തിച്ചു കളഞ്ഞതായും അന്വേഷണ സംഘം കണ്ടെത്തി. ലിജീഷാണ് പ്രതിയെന്ന് അറിഞ്ഞതിന്റെ അമ്പരപ്പിലാണ് നാട്ടുകാർ. അറസ്റ്റ് വാർത്തയറിഞ്ഞ് 100 കണക്കിന് ആളുകൾ പോലീസ് സ്റ്റേഷനു മുന്നിൽ തടിച്ചുകൂടി. ന്യൂസ് 18 കണ്ണൂർ.